നരേന്ദ്രമോദി പരസ്യമായിട്ട് മാപ്പ് പറയണം. അമിത്ഷാ കുറ്റക്കാരൻ അല്ലെങ്കിൽ കഴിവുകെട്ടവൻ. ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവും അയോധ്യ വിഷയവും തമ്മിൽ പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അവിടെ 3.5 ആഴ്ച അമിത്ഷാ എത്തിയില്ല. മറുപടി പറയാൻ പ്രധാനമന്ത്രിയും മുതിർന്നില്ല. ഇതിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാസ് മറുപടി നടത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ജന്തർ മന്ദറിൽ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥി യുവജനങ്ങളെ ഡൽഹി പോലീസ് ക്രൂരമായിട്ട് തല്ലിച്ചതച്ചപ്പോൾ അത് പോരാഞ്ഞ് അവർക്ക് നേരെ പെല്ലറ്റ് ഗണ്ണുകൾ വരെ ഉപയോഗിച്ചപ്പോൾ പ്രതിപക്ഷം ചോദ്യം ചോദിക്കരുത്, മിണ്ടരുത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യത്തിനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞിരിക്കുന്നത്. അമിത്ഷാ പാർലമെന്റിൽ വന്ന് മറുപടി പറയും, പ്രതിപക്ഷം മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് ഭരണപക്ഷം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുമ്പോഴാണ് ആഭ്യന്തരമന്ത്രിയുടെയും BJPയുടെയും നെഞ്ചിലേക്ക് തന്നെ തുളച്ചു കയറുന്ന മൂർച്ചയേറിയ ചോദ്യങ്ങളുമായിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കളം നിറഞ്ഞിരിക്കുന്നത്. പാർലമെന്റിൽ വന്ന അമിത്ഷാ വെറും ഒരു പ്രസംഗം നടത്തിയാൽ പോരാ, കൃത്യമായിട്ടുള്ള മറുപടി തരണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ആഞ്ഞടിച്ച BJP ക്യാമ്പുകളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചു കളഞ്ഞു. ഈ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കണം, ലാത്തിക്കടിക്കണം എന്ന് ഉത്തരവിട്ടത് അമിത്ഷാ ആണെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അതല്ല, ഇതൊന്നും അറിയാതെയാണ് അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ ഡൽഹി പോലീസ് ഇത് ചെയ്തതെങ്കിൽ അദ്ദേഹം അങ്ങേയറ്റം കഴിവുകെട്ടവനാണ് എന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചതോടെ BJPയുടെ സകല പ്രതിരോധ കോട്ടകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ഒളിച്ചു കളിക്കാൻ നോക്കിയ ആഭ്യന്തരമന്ത്രിക്കിട്ട് രാഹുൽ കൊടുത്ത ഈ ഒരു മറുപടി സോഷ്യൽ മീഡിയയിൽ കട്ട തരംഗമാവുകയാണ്. തരംഗം മാത്രമല്ല, ഈ പറയുന്ന 3.5 ആഴ്ചയായിട്ടും പാർലമെന്റിൽ ഇതിന് മറുപടി പറയാനോ ഈ വിഷയത്തിൽ സംസാരിക്കാനോ BJPയുടെ ഭരണകൂടം എത്തിയിട്ടില്ല എന്ന് പറയുന്നത് ആ രാഷ്ട്രീയത്തിന്റെ വൻ പരാജയമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ ഉത്തരവിട്ട യഥാർത്ഥ പ്രതി ആരാണെന്നറിയാതെ പ്രതിപക്ഷം പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അമിത്ഷായുടെ വെറും തമാശ കഥകൾ കേൾക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു മാസ് ഓപ്പറേഷനിലാണ് ഈ വിദ്യാർത്ഥി വിരുദ്ധ സർക്കാരിന്റെ ചീട്ടുകൊട്ടാരം ഇന്ന് പൊളിഞ്ഞു വീണിരിക്കുന്നത്. BJPയുടെ ധാർഷ്ട്യത്തിന്റെ മുനയൊടിച്ച ഈ ഒരു വൻ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ BJPയുടെ ഇരട്ടത്താപ്പുകൾ കാണാം. ഇനി ഇത് ഡൽഹിയെ പിടിച്ചു കുലുക്കുന്ന ചോദ്യങ്ങൾ കൂടിയാണ്. ഡൽഹിയെ മാത്രമല്ല, ഈ ഇന്ത്യയെ മൊത്തത്തിൽ BJP രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ BJP നടത്തുന്ന ഭരണകൂടത്തിനെതിരെ പിടിച്ചു ഉലയ്ക്കുന്ന ചോദ്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. ഈ സംഭവത്തിലെ ഏറ്റവും വലിയ അഹങ്കാരം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഡൽഹിയിലെ CJP വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസിന്റെ നരനായാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അമിത്ഷാ പ്രതിഷേധത്തിൽ പ്രതികരിക്കും, അതുകൊണ്ട് പ്രതിപക്ഷം ബഹളം വെക്കാതെ മിണ്ടാതിരിക്കണം എന്ന തരത്തിലാണ് സർക്കാർ നിലപാടെടുത്തത്. എങ്ങനെയാണ് മിണ്ടാതിരിക്കുക? നിങ്ങളുടെ കുട്ടികളെ തല്ലിച്ചതച്ചാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവോ ന്യായം പറയുമ്പോൾ? എന്നാൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി സഭയിലെത്തിയ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ കേന്ദ്രത്തിന് എന്ത് അവകാശമാണുള്ളത്? ഭരണപക്ഷത്തിന്റെ ഈ ഒരു വാദങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി അമിത്ഷായെ പ്രതിക്കൂട്ടിലാക്കുന്ന ആ ഒരു മരണമാസ ഡയലോഗ് പറഞ്ഞത്. അതൊരു മരണമാസ് ഡയലോഗ് എന്നതിലുപരി ആ ചോദ്യം വളരെ വ്യക്തമാണ്. അത് രാജ്യത്ത് ഓരോ പൗരന്മാരും ചോദിക്കേണ്ട ചോദ്യം കൂടിയാണ്. ഡൽഹി പോലീസ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത് എന്ന ഒറ്റ വസ്തുത മുൻനിർത്തിയാണ് രാഹുൽ അമിത്ഷായുടെ മുഖത്ത് നോക്കി 2 ഓപ്ഷനുകൾ വെച്ചത്. ഒന്നാമത്തെ ഓപ്ഷൻ, രാജ്യത്തെ യുവജനങ്ങൾക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിക്കാനും അണികൾ തറച്ച ലാത്തികൾ കൊണ്ട് അടിക്കാനും നിർദ്ദേശം നൽകിയത് അമിത്ഷാ ആണെങ്കിൽ നമ്മളുടെ രാജ്യത്തെ കുട്ടികളെ വെടിവെച്ച് കൊല്ലുവാൻ നോക്കിയതിന് അദ്ദേഹം 100% കുറ്റക്കാരനാണ്. ഇനി അദ്ദേഹം ആ ഒരു കുറ്റം ഏറ്റെടുക്കുകയും വേണം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, സ്വന്തം മൂക്കിന് താഴെ ഡൽഹിയിൽ പോലീസുകാർ കുട്ടികളെ തല്ലിച്ചതച്ചിട്ടും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം ആ കസേരയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യനല്ലാത്ത അങ്ങേയറ്റം കഴിവുകെട്ടവനാണ് എന്നീ 2 അവസ്ഥയിലായാലും അമിത്ഷാ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. സത്യത്തിൽ അതല്ലേ വേണ്ടത്? 3.5 ആഴ്ച പിന്നിടുകയാണ്.
തല്ലിച്ചതയ്ക്കുകയാണ് കുട്ടികളെ. പോലീസ് യൂണിഫോം ഇട്ട പോലീസുകാരല്ലാത്തവർ വരുന്നു. ഇതിനൊന്നും മറുപടി പറയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇല്ല എന്നതാണ്. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ 100% ശരിയാണ്. ഇനി സാധാരണക്കാരായ കുട്ടികളുടെ എല്ലൊടിക്കുന്ന രീതിയിലാണ് ഡൽഹി പോലീസ് പെരുമാറിയത്. ചില കുട്ടികൾക്ക് കാഴ്ചശക്തി വരെ നഷ്ടപ്പെട്ടു. ഇത്രയും ക്രൂരമായിട്ടുള്ള നരനായിട്ട് നടന്നിട്ട് കഴിഞ്ഞ 20 ദിവസമായിട്ട് പാർലമെന്റിൽ വന്ന് ഉത്തരം പറയാൻ അമിത്ഷാ തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷത്തിന്റെ സകല ചർച്ചാ പ്രമേയങ്ങളെയും സർക്കാർ തള്ളിക്കളയുകയായിരുന്നു. വിഷയം കൈവിട്ടു പോയപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജിജു വന്ന് പറയുന്നു, അമിത്ഷാ പ്രസംഗം നടത്തും, അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കണം. ഇതിനാണ് രാഹുൽ ഗാന്ധി ആ കിടിലം മറുപടി കൊടുത്തത്. ഞങ്ങൾക്ക് അമിത്ഷായുടെ വെറും കഥകളും പ്രസംഗങ്ങളും കേൾക്കാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് അറിയേണ്ടത് ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ്: ആരാണ് കുട്ടികളെ തല്ലാൻ ഉത്തരവിട്ടത്? അമിത്ഷാ ഉത്തരം പറയുന്നതിനൊപ്പം ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് മറ്റ് 2 ആവശ്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് രാജ്യത്തെ വിദ്യാർത്ഥികളോട് ഈ അക്രമത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നുള്ളത്. കുട്ടികളുടെ ചോര വീഴ്ത്തിയതിന് പ്രധാനമന്ത്രി ഉത്തരം പറയണം. സത്യമല്ലേ? ഒരു പ്രധാനമന്ത്രി ആ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നയാൾ, ആ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിൽ ഇടപെടുന്നയാൾ, ഇത്രയും വലിയൊരു പ്രതിഷേധം നടന്നിട്ട് പോലും ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രധാനമന്ത്രി കുട്ടികളെ അവഗണിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോ ആ ഒരു നീക്കത്തിൽ, അല്ലെങ്കിൽ മോദി സർക്കാരും അവരുടെ ഭരണകൂടവും നടത്തുന്ന ഈ ഒരു നീക്കത്തിൽ അവർ ഈ മാപ്പ് പറയുക തന്നെ ചെയ്യണം. രണ്ടാമത്തെ വിഷയം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉയർത്തി കൊണ്ടുവന്ന ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പണം കൊള്ളയടിച്ചതിനെ കുറിച്ചും സർക്കാർ വ്യക്തമായിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പ്രതിപക്ഷം ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു. തങ്ങൾ പാർലമെന്റിൽ ഈ ചോദ്യങ്ങൾ ഉയർത്തുമ്പോഴൊക്കെ തങ്ങളുടെ മൈക്കുകൾ ഓഫാക്കി തന്നെ നിശബ്ദരാക്കാൻ ഭരണപക്ഷം ശ്രമിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. ഈ ചെറിയ എന്തെങ്കിലും കേസുകളൊക്കെ വരുമ്പോൾ അവിടെ ED പറഞ്ഞു വിടുന്ന BJPയുടെ ഒരു ഗുണ്ടാ രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് അയോധ്യ വിഷയത്തിൽ അങ്ങനെ നടക്കുന്നില്ല? ED എന്തായാലും അവർക്കൊപ്പമാണ്, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും സഭയ്ക്കുള്ളിൽ സംസാരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സത്യങ്ങൾ വിളിച്ചു പറയുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയുടെ ഈ ചോദ്യങ്ങളിൽ പൂർണ്ണമായിട്ടും ഭയന്ന BJP ഒടുവിൽ പ്രതിരോധിക്കാനായിട്ട് പാർട്ടി അധ്യക്ഷൻ JP നദ്ദയെ ഇറക്കി. രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ജന്തർ മന്ദറിൽ വെടിവെയ്പ് നടന്നിട്ടില്ല എന്നും പറഞ്ഞ് ജനങ്ങളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനാണ് നദ്ദ ശ്രമിച്ചത്. എന്നാൽ BJPയുടെ ഈ ഒരു നുണപ്രചാരണങ്ങളെയും രാഹുൽ ഗാന്ധി അടിയോടെ പിഴുതെറിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരതകളുടെ എല്ലാ വീഡിയോ തെളിവുകളും കോൺഗ്രസ് ശേഖരിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ വേണ്ടി അത് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നും രാഹുൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ നേരിട്ട് സന്ദർശിച്ച രാഹുൽ ഗാന്ധി അവർക്ക് വലിയ ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ഓരോ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കും. ഇത് പ്രതിപക്ഷത്തിന്റെ ഗ്യാരണ്ടിയാണ്. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുന്ന അമിത്ഷായെ BJP സർക്കാരിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ തങ്ങൾ പോരാട്ടം തുടരുമെന്നും പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യൻ യുവത്വത്തിന്റെ ഒരു ഹീറോ ആയിട്ട് മാറുമ്പോഴും അവിടെ വലിയ വിള്ളലാണ് BJPക്ക് ഉണ്ടാകുന്നത്. കാരണം ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഉത്തരം പറയണം. ഈ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ വെറുതെ ഒരു ചുമതലയല്ല ജനങ്ങൾ തരുന്നത്, ജനങ്ങളല്ല ഈ പാർലമെന്റ് തരുന്നത്, അല്ലെങ്കിൽ ഈ ഇന്ത്യ മൊത്തം തരുന്നത്. ആ ചുമതലയിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികളെ നോക്കാനും ജനങ്ങളെ നോക്കാനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കാനുമാണ് നിങ്ങൾ ഊർജിതമാകേണ്ടത്. അല്ലാതെ ഇത്ര കോടിക്ക് ഞാൻ ട്രാവൽ ചെയ്തു എന്ന് പറയുന്ന ഒരു കഥ കേൾക്കാൻ ഇവിടുത്തെ ജനങ്ങളില്ല. ഇത്ര കോടി രൂപയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ പട്ടിണി പാവങ്ങൾ കിടക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഈ BJP നേതാക്കൾ കൊള്ളയടിച്ച അയോധ്യ ക്ഷേത്രത്തിലെ തെരുവുകളിൽ എത്ര പാവപ്പെട്ടവരാണ് വീടുകളും കുഞ്ഞു കുടിലുകളും ഒക്കെ ഒഴിഞ്ഞുകൊണ്ട് ഈ നഗരത്തിന്റെ മൂലകളിലേക്കൊക്കെ മാറേണ്ടി വന്നത്. വീട് നഷ്ടപ്പെട്ടു, അവരുടെ സകല അടിസ്ഥാന സൗകര്യങ്ങളും നഷ്ടപ്പെട്ടു. അതിനൊക്കെ കർമ്മ എന്നൊരു ഫലം വരും. രാമന്റെ പേരിൽ വലിയ കൊള്ള നടത്തിയിരിക്കുകയാണ്. രാമനാണ് ഞങ്ങളുടെ ദൈവം, ഹിന്ദുക്കളെ ഞങ്ങൾ രക്ഷിക്കും. എന്നിട്ട് എത്ര ഹിന്ദുക്കൾ ഇന്നും അടിമയെ പോലെ കഴിയുന്നു. ജാതിയുടെ പേരിൽ തല്ലിക്കൊല്ലുന്നു, കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, തറയിലിരുത്തുന്നു. ഉയർന്ന ജാതിക്കാരെ ബെഞ്ചിലിരുത്തുമ്പോൾ താഴ്ന്ന ജാതിപ്പെട്ട ഒരു കുട്ടീനെ തറയിലിരുത്തി പഠിപ്പിക്കുന്നു. ഇതാണോ നിങ്ങൾ പറയുന്ന ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയം? ഇതാണോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ? എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ ഈ നരേന്ദ്രമോദി ഉൾപ്പെടെ അമിത്ഷായും മാപ്പ് പറയണം. അമിത്ഷാ അത് കാര്യമായിട്ട് എടുക്കണം. അല്ലെങ്കിൽ അമിത്ഷാ ഇപ്പോൾ ഈ 3 ആഴ്ച കൊണ്ട് വരാതിരുന്നത് തന്നെ ഏറ്റവും വലിയ പരാജയമാണെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലായി. BJPയുടെ ഏറ്റവും വലിയ പരാജയമാണത്. കാരണം ഇത്രയും വലിയൊരു പ്രതിഷേധം രാജ്യത്ത് നടന്നു.
ഡൽഹിയിൽ നടന്നു. രാജ്യ തലസ്ഥാനത്ത് വലിയ രീതിയിൽ തന്നെ ആളുകൾ തടിച്ചുകൂടി. പല്ലറ്റ് ഗണ്ണുകളൊക്കെ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ വലിയ പരിക്കേറ്റ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അതിൽ മറുപടി പറയാൻ കഴിയാത്തൊരു ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയുമാണ് നിങ്ങളെങ്കിൽ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നത്? എന്തായാലും ഇതിന് ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറയാതെ പ്രതിപക്ഷവും രാജ്യവും നിങ്ങളെ വിടില്ല. അങ്ങനെ നിങ്ങൾ പറയാതിരുന്ന് നിങ്ങളുടെ പരാജയം നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ BJP ഒരു ഭാരതം, അവർ പറയുന്ന ഭാരതത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും.